ട്രാവലിംഗ് തോട്ട്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. പള്ളിക്കത്തോട് വിശേഷങ്ങളുടെ തുടർ വീഡിയോയുമായിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ വീഡിയോ കണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. വാ. നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? സുഖം. ബസ് ഓടിക്കണോ? ഊണ് കഴിഞ്ഞിരിക്കണോ? വിശ്രമമാണ്. അടുത്ത ട്രിപ്പ് എപ്പോഴാണ്? 3:30 ഉള്ളൂ. അതുവരെ നമ്മൾ ഫ്രീ അല്ലേ? പള്ളിക്കത്തോട് വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട്? പള്ളിക്കത്തോട് അടിപൊളി. ഓണമൊക്കെ അടുക്കാറായി. ഓണം അടിച്ച് തകർക്കണം. പിന്നെ അല്ലാതെ ഇപ്രാവശ്യം എങ്ങനെ? ഓണം മഴയാണെന്ന് തോന്നുന്നു. മഴയാണെങ്കിലും ഓണം പൊളിക്കും. പിന്നെ അല്ലാതെ. അതെ. പേര് പറഞ്ഞില്ല? അരുണ്. എന്നാണ് വിശേഷം? എന്നായിരിക്കുന്നു? നല്ല വിശേഷം തന്നെ. പേരെന്നാ? രജിൻ. ഓണവിശേഷങ്ങളൊക്കെ എന്നാ ഉണ്ട്? ഓണവിശേഷം ഓണമൊക്കെ അടുത്തു. അതിന്റെ രീതി അങ്ങ് പോകുന്നു. നീ വന്നാച്ചാ മതി. മാത്രം മതി. ബാക്കി നമ്മുടെ ആഘോഷമൊക്കെ നമ്മളങ്ങ് നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചേക്കും അല്ലേ? അപ്പൊ ഹാപ്പി ഓണം ചേട്ടാ. നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? നല്ല വിശേഷം. പള്ളിക്കത്തോട് വിശേഷം എന്നാ? പള്ളിക്കത്തോട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. നല്ല സ്ഥലമാണ്. ചേട്ടൻ പള്ളിക്കത്തോട് തന്നെയാണോ? അത് തന്നെ. വർഷങ്ങളായിട്ട് ഇവിടെയാണ്. പള്ളിക്കത്തോടിന്റെ ചരിത്രങ്ങളെല്ലാം അറിയാം? ഏറെക്കുറെ അറിയാം. ഒന്ന് പറഞ്ഞ കേക്കട്ടെ. പള്ളിക്കത്തോട് എന്ന് പറഞ്ഞാല് പൊതുവെ നല്ല അടിപൊളി സ്ഥലമാണ്. എല്ലാരും പള്ളിക്കത്തോടിനെ കുറിച്ച് ചോദിച്ചവരെല്ലാം നല്ല അഭിപ്രായമാണ്. പറഞ്ഞു. വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് നമ്മുടെ കുടുംബമാണ്. മകനാണ്. എന്നോട് ചേച്ചി വാർത്തകളൊക്കെ? ഇതൊക്കെ തന്നെ വാർത്തകൾ. സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ എല്ലാവരും ഹാപ്പി ഓണം. ഇവിടെ അടിപൊളി കുറച്ച് യൂത്ത് ചെക്കന്മാരിരിപ്പുണ്ട്. നമുക്ക് അവരോട് പള്ളിക്കത്തോട് വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. മക്കളെ, എന്നാണ് പള്ളിക്കത്തോട് വിശേഷങ്ങളൊക്കെ? ഇങ്ങനെയൊക്കെ തന്നെ പോകുന്നു അല്ലേ? വിശേഷമൊന്നുമില്ല. പേര് പറഞ്ഞില്ല മോനെ? ജോസഫ്. എന്നാണ് വിശേഷമൊക്കെ? പറഞ്ഞു. എന്നാണ് പള്ളിക്കത്തോട് വിശേഷങ്ങൾ? ഓണത്തിന്റെ പരിപാടിയൊക്കെ. നിങ്ങൾ തന്നെ ചുമ്മാ വന്നേ ഉള്ളൂ? ഇവിടെ സാധനം മേടിക്കാൻ വന്നു. വിശ്രമിക്കുക. ഓക്കെ, ഹാപ്പി ഓണം. ഇവിടെ 2 സഹോദരിമാർ നിൽപ്പുണ്ട്. നമുക്ക് പള്ളിക്കത്തോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ചേച്ചി നമസ്കാരം. എന്നാണ് വിശേഷം? നല്ല വിശേഷം. പള്ളിക്കത്തോടിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കോ? പള്ളിക്കത്തോട് നമുക്ക് തൊട്ടടുത്തുള്ള പട്ടണമാണ് പള്ളിക്കത്തോട്. അത്യാവശ്യം ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെന്ന് പറഞ്ഞാൽ ഇത്രയും കടകളും ഇത്രയും സൗകര്യങ്ങളും ഒന്നുമില്ല, ഇവിടെ ഇല്ലായിരുന്നു. അതിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തമായി അത്യാവശ്യം വലിയൊരു സിറ്റിയായി മാറി. നല്ലൊരു സിറ്റിയായി മാറി. എല്ലാവിധ ആവശ്യങ്ങൾക്കും നമുക്ക് ഇവിടെ തിയേറ്റർ ഉണ്ട്. എല്ലാ ആവശ്യങ്ങൾക്കും പള്ളിക്കത്തോടിലുണ്ട്. കോട്ടയം വരെ ഓടണ്ട. കോട്ടയത്തോട് പോകേണ്ട ആവശ്യമില്ല. പാമ്പാടി, അതായത് നമുക്ക് അടുത്തുള്ള കോട്ടയം, പാമ്പാടി, പാലായി ഒന്നും പോകണ്ട. നമ്മുടെ പള്ളിക്കത്തോട് തന്നെ എല്ലാ നിത്യോപയോഗ സാധനങ്ങളും നമുക്കിവിടെ ഉണ്ട്. പിന്നെ വളരെ മാറ്റം എന്ന് വെച്ചാൽ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് ഞങ്ങളൊക്കെ ഈ വഴി ക്രോസ് ചെയ്യുമായിരുന്നു. നമുക്ക് തന്നെ ക്രോസ് ചെയ്യേണ്ടി വരും. അതുപോലെ തിരക്കായി മാറി. ഓണമൊക്കെ ഉടമ്പരായി. നന്നായി പോകുന്നു. ഓണമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ മഴയാണ്. ഈ പ്രാവശ്യം മഴയാണ് ഓണം. മഴ കൊണ്ടുപോകാതിരുന്നാൽ. അപ്പൊ വളരെയധികം നന്ദി. എന്നാണ് വിശേഷം? സുഖം തന്നെ. സുഖം. പേരെന്നാ? പേര് ജോയി. എവിടെ താമസിക്കുന്നു? കാക്കത്തോട്. പള്ളിക്കത്തോട് തന്നെയാ? അമ്മച്ചിയുടെ പേരെന്നാ? തെയ്യാമ്മ. എന്നാണ് പിന്നെ വിശേഷം? വാർത്തകളൊക്കെ പള്ളിക്കത്തോടിനെ കുറിച്ച് 2 വാക്ക് പറഞ്ഞു. പള്ളിക്കത്തോട് സാംസ്കാരികമായിട്ട് വളരെ മുൻപിൽ നിൽക്കുന്ന ഒരു സ്ഥലമാണ്. എല്ലാവിധ മതസ്ഥരും ഐക്യത്തിലും ധാരണയിലും ഒക്കെ പോകുന്ന ഒരു സ്ഥലമാണ്. ആരും തമ്മിൽ മതസ്പർദ്ധയോ രാഷ്ട്രീയ സ്പർദ്ധയോ ഇതൊന്നും ഇല്ല. വളരെ സൗമ്യത്തോടെയും സ്നേഹത്തോടെയും നീങ്ങുന്ന ഒരു സമൂഹമാണ് പള്ളിക്കത്തോടുള്ള ആൾക്കാർ. എല്ലാവരും നല്ല സഹകരണമാണ് അല്ലേ? അമ്മച്ചിക്ക് എന്നാ പറയാനുള്ളത്? എനിക്ക് അത്രയൊക്കെ പറയാനുള്ളൂ. ഇവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ നിൽപ്പുണ്ട്. അവരോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാം. 2 സുഹൃത്തുക്കളെ കണ്ടിട്ടുണ്ട്. നമുക്ക് അവരോട് വിശേഷങ്ങൾ ചോദിക്കാം. ചേട്ടാനാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഒരു മഴ എങ്കിലും പെയ്തുകൊണ്ടിരിക്കുന്നു. മഴ നമ്മുടെ ഓണത്തെ ബാധിക്കുമോ? ഓണത്തെ ബാധിക്കത്തില്ലായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓണത്തെ ബാധിക്കുന്നില്ല. അറിയില്ല. എല്ലാം മുകളിലിരിക്കുന്ന ഒരാളുടെ തീരുമാനമാണ് അല്ലേ? തീർച്ചയായിട്ടും. അതിനകത്ത് നമ്മളിങ്ങനെ ജോലികളൊക്കെ കഴിഞ്ഞ് വരുന്നു. ഇങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ മേടിക്കണം. മേടിച്ചോണ്ട് വീട്ടിൽ പോകണം. ഓണത്തിന്റെ സാധനങ്ങളൊക്കെ മേടിച്ചോ? ഓണത്തിന്റെ സാധനം ഒന്നും മേടിച്ചില്ല. ദിവസം ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ ഉള്ളൂ.
ചേട്ടാ എന്നോട് വിശേഷം എന്നായിരിക്കുന്ന വിശേഷങ്ങളൊന്നും ഓണമൊക്കെ ഉടമ്പരേ ആ കുഴപ്പമില്ല. പിന്നെ വിശേഷം പറ ഓണം വിശേഷങ്ങൾ ഓണ വിശേഷം ഇങ്ങനെ നടക്കുന്നല്ലേ, മഴയല്ലേ മക്കളെ? നമ്മൾ മഴ ബാധിക്കും, ഓണത്തെ ബാധിക്കും, തീർച്ചയായിട്ടും ബാധിക്കും. തീർച്ചയായിട്ടും ബാധിക്കും. അപ്പം പറഞ്ഞ പേര് സാമ്പത്തികമില്ല. എൻ്റെ പേര് തോമസ്. സാമ്പത്തികം ഇല്ല, മഴയല്ലേ, മഴയായോണ്ട് സർക്കാർ രൂപം തരുന്നില്ല. ഇപ്പോൾ തന്നെ പറയാനിരിക്കുന്നത് സർക്കാർ ഓണം ആഘോഷിക്കാനുള്ള പൈസ ഓണാഘോഷം കൊടുക്കാൻ ബിവറേജുകാർക്ക് കൊടുക്കുന്നുണ്ട്, സർക്കാർക്ക് കൊടുക്കുന്നുണ്ട്. കർഷകനൊന്നുമില്ല. അവൻ കിടന്ന് പണിത് കൊടുക്കുക. ഓക്കെ ചേട്ടൻ സർക്കാരുകാരെ നമ്മൾ ജീവിപ്പിക്കുക. ഒന്നും വിലയില്ല. റബ്ബറിനും വിലയില്ല. അവർ വരെ താഴെ. അപ്പം തേങ്ങയ്ക്ക് 100 രൂപ വരെ ആയി. അപ്പൊ അങ്ങനെ എണ്ണയ്ക്ക് വില കൂടിയാണ്ട് ഉപ്പേരി പറക്കുന്നുണ്ടെന്നാണ് ഈ പ്രാവശ്യം. ഇപ്പൊരു ഇപ്രാവശ്യം വേണമെന്ന് വെച്ചു. അപ്പൊ എണ്ണയ്ക്ക് വില കൂടി കാരണം അവര് ഉപ്പേരി പറക്കുന്നില്ല. ഇല്ല, ഒന്നുമില്ല. ഉപ്പേരി പറക്കാതെ അത് പഴിപ്പിച്ച് കഴിക്കുക. പ്രതിഷേധമാണ്. അപ്പം താങ്ക് യു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് പള്ളിക്കത്തോട് ബസ് സ്റ്റാൻഡിന്റെ എതിർവശത്തുള്ള ക്ലാസിക് ഇലക്ട്രോണിക്സിന്റെ മുൻപിലാണ്. അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം. ഹലോ, നമസ്കാരം. ഹലോ, എന്നായിരിക്കുന്നു വിശേഷം? നല്ല സുഖം. എന്താ പേരെന്നാ? സന്തോഷ്. ഇതാരാ? അതെന്റെ വൈഫ് രശ്മി. അതെ, നമസ്കാരം ചേച്ചി. അപ്പൊ എന്തുണ്ട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ? എന്നായിരിക്കുന്നത്, ഓണക്കാലം അല്ലേ, അതാണല്ലോ ഇപ്പോഴത്തെ ഓണമൊക്കെ ഇങ്ങ് എത്തിയല്ലേ? ഓണമൊക്കെ ഇങ്ങ് എത്തി. എല്ലാവരും ഓണത്തിന്റെ ഓണത്തെ വരവേൽക്കാനായിട്ട് ഇരിക്കുവാണ് എല്ലാ ആൾക്കാരും. അതെ, നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ ഒരു ആഘോഷമാണല്ലോ ഓണം. അതെ അല്ലേ? അപ്പൊ നമ്മുടെ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ട്? ഞാൻ സ്ഥാപനം തുടങ്ങിയിട്ട് ഇപ്പൊ 30 വർഷമാകാൻ പോവാ. ഈ വർഷം നവംബർ 23-ന് 30 വർഷം പൂർത്തി. 30 വർഷമാകും. 30 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഇലക്ട്രിക്സ് അല്ലേ? ഇലക്ട്രോണിക്സ്, ക്ലാസിക് ഇലക്ട്രോണിക്സ്. പിന്നെ എന്താ അതിന്റെ ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ? ആഘോഷങ്ങൾ എന്ന് പറയുന്നത് നമ്മളിപ്പോ അതുകൊണ്ട് ഓണക്കാലവും നമ്മുടെ ഈ 30 വർഷത്തിന്റെ പിറന്നാള്, 30ാം പിറന്നാള്, അതുപോലെ അതുകൊണ്ട് ഡിസംബറും കൂടെ കൂട്ടി ഒരു 4 വർഷത്തെ സ്കീമാണ് നമ്മൾ വെക്കുന്നത്. അത് ശരി. നമ്മള് മാത്രമല്ലല്ലോ ആഘോഷിക്കേണ്ടത്, കസ്റ്റമേഴ്സും കൂടെ വേണമല്ലോ. കസ്റ്റമറാണല്ലോ നമ്മളെ, കസ്റ്റമർ ആണല്ലോ നമ്മൾ ഇത്രയും നിലനിർത്തുന്നത്, 20 വർഷം ഇവിടെ കാണുന്നത്. അപ്പൊ അത് കസ്റ്റമറേയും കൂടെ കൂട്ടി കൂട്ടി ഒരു ഹൗസ് ബോട്ട് ട്രിപ്പ് ഒരു 30 പേര്, അതായത് 30 വർഷം എന്നുള്ളതിന് 30 പേര്, അത് 15 ഫാമിലി, നമ്മൾ ഒരു കുമരകത്ത് നിന്ന് ആലപ്പുഴ ബോട്ടിംഗ് എല്ലാം നടത്തി ഇവിടെ തിരിച്ചു കൊണ്ടുവരുന്നൊരു ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പം 15 ഫാമിലിയെ കൊണ്ട് ട്രിപ്പ് പോവാണ്. 30 വർഷത്തെ ഈ സെലിബ്രേഷൻ ആഘോഷിക്കുന്നത് നമ്മുടെ സന്തോഷ് ചേട്ടൻ. അടിപൊളി കേട്ടോ, സൂപ്പർ. വേറെ ഇപ്പം നമ്മൾ 30 വർഷത്തിന്റെ ഇടയ്ക്ക് നമ്മൾ ആദ്യം ഇതൊരു അപ്ലയൻസ് ഷോറൂമായിട്ടാണ് തുടങ്ങിയത്. പിന്നെ അത് കാലക്രമേണ നമ്മുടെ ഇതിന്റെ ഓരോ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മൾ ഹോം അപ്ലയൻസിന്റെ കൂടെ സ്മോൾ അപ്ലയൻസ്, അതുപോലെ ക്രോക്കറി ഐറ്റങ്ങൾ, അപ്ലയൻസ് ഘട്ടം ഘട്ടമായിട്ട് വന്നു. ഇപ്പൊ 2 വർഷം മുമ്പാണ് കുറച്ച് വിപുലമായ തോതിൽ നമ്മൾ സ്റ്റീൽ പാത്രങ്ങളും മറ്റ് ഐറ്റങ്ങളെല്ലാം കൂടെ കൂട്ടി കുറച്ചുകൂടെ വിപുലീകരിച്ചു. പിന്നെ മുകളിൽ നമുക്ക് സർവീസ് ഗോഡൌൺ, അവിടെ അപ്ലയൻസിന്റെ ഡിസ്പ്ലേ ഒക്കെ മുകളിലുണ്ട്. അതുപോലെ തന്നെ ഇതിനോട് അനുബന്ധമായിട്ട് തന്നെ നമ്മൾ ഈ ആഫ്റ്റർ സെയിൽ സർവീസ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് സർവീസിങ്, ഇലക്ട്രോണിക്സ് സ്പെയർ പാർട്സ് ഐറ്റങ്ങൾ, സർവീസിങ് എല്ലാം കൂടെ നമുക്ക് മുകളിൽ ഉണ്ട്. അവിടെ വേറെ ആൾക്കാരുണ്ട്. ഞാനും വൈഫ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ 2 സ്റ്റാഫ് എന്ന് പറയാൻ പറ്റത്തില്ല, സ്റ്റാഫ് എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. ചേച്ചി പേരണ ചേച്ചി രശ്മി. അപ്പൊ രശ്മി ചേച്ചിയുടെ സപ്പോർട്ടാണ് 30 വർഷമായിട്ടും നമ്മുടെ സന്തോഷ് ചേട്ടന് ഇവിടെ ഇത്രയും ഈ കട ഡെവലപ്പായി വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ഘട്ടം ഘട്ടമായിട്ടാണ് നമ്മുടെ കട ഡെവലപ്പായി എന്നാണ് പറഞ്ഞത്. ഇപ്പൊ 30 വർഷമായി. അതിന്റെ സെലിബ്രേഷനും കൂടെ അടിച്ച് പൊളിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ കൂടുതൽ വിശേഷങ്ങൾ അകത്തോട്ട് പോയി കാണാം. അപ്പൊ ചേട്ടാ 30 പേരെ കൊണ്ടുപോകുമ്പോൾ അതിന്റെ സംവിധാനം എങ്ങനെയാണ്? നിങ്ങള് 30 പേരെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാസം 20-ാം തീയതി മുതൽ ഈ വരുന്ന ജനുവരി 5-ാം തീയതി മുതൽ വരെ ഇവിടുന്ന് സാധനം മേടിക്കുന്ന ആൾക്കാരിൽ നിന്ന് നറുക്കിട്ട് 15 ഫാമിലി. അപ്പൊ ഒരു ഫാമിലി 2 പേരെ വെച്ച് 30 പേര്. അത് ഈ 30 വർഷം കൂടെ കണക്ട് ചെയ്താണ് 30 പേര് എന്നുള്ള നമ്പർ തയ്ച്ചിരിക്കുന്നത്. നറുക്കെടുപ്പിലൂടെ 15 ഫാമിലിയെ നമ്മൾ കൊണ്ടുപോകും. അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിപ്പോ ഇവിടുന്ന് കൊണ്ടുപോയി തിരിച്ചിവിടെ കൊണ്ടുവിടുന്ന രീതിയിലുള്ള ഒരു പ്ലാനിങ് ആണ് ചെയ്യുന്നത്. നമ്മൾ പള്ളിക്കത്തോട് ആൾക്കാരെ കൊണ്ട് എല്ലാം കണ്ട് പള്ളിക്കത്തോട് തിരിച്ചു കൊണ്ടുപോകും. അപ്പൊ നമുക്ക് അടുത്ത കാഴ്ചകൾ എവിടെ തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്? നമ്മുടെ തുടക്കം അപ്ലയൻസിലല്ലേ, കട തുടങ്ങിയത് അപ്ലയൻസാണ്. അപ്പൊ നമുക്ക് ആദ്യം അപ്ലയൻസ് ഷോറൂമിന് അതിനകത്ത് അത്യാവശ്യം ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ പഴയ കോട്ടയം പോലുള്ള ഇതൊന്നും അല്ല, നമ്മുടെ പള്ളിക്കത്തോടിന് ചേരുന്ന രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ഒക്കെയാണ് നമുക്കുള്ള. പള്ളിക്കത്തോടിന്റെ അതിന്റെ ഒരു സമൂഹം, പള്ളിക്കത്തോടിന്റെ മനസ്സ് നോക്കിയാണ് നമ്മൾ ഇപ്പോഴും ബിസിനസ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള ഡിസ്പ്ലേ നമുക്ക് ആദ്യം അത് കാണാം. കൊള്ളാലോ.
ഇതാണ് നമ്മുടെ അപ്ലയൻസിന്റെ ഒരു ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത്. അതിൽ ഒരു അത്യാവശ്യ സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഗ്യാസ് സ്റ്റവ്, അതുപോലെ തന്നെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ എല്ലാം ഉണ്ട്. പിന്നെ അത്യാവശ്യം സ്റ്റോക്ക് എല്ലാം നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലോട്ട് വേണ്ട ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ മതി. അപ്പൊ ഇതെങ്ങനെ ഇതിന് ഓണത്തിന്റെ ആയിട്ടുള്ള ഓഫർ കാര്യങ്ങളും? ഓണത്തിന്റെ ഓഫറുകളെല്ലാം കമ്പനി ഓഫറുകളുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഓഫറുകളും എല്ലാം കൂടെ കൂട്ടിയാണ് വരുന്നത്. അടിപൊളി. സന്തോഷേട്ടാ, ഇത് കൊള്ളാലോ. ഇത് വേറൊരു ലെവലാണല്ലോ സന്തോഷേട്ടാ മൊത്തം. ഇത് എന്നാന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ ഒരു ഷോറൂം ആയിട്ട് നമ്മൾ ഇവിടെ ആണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കിച്ചൺ അപ്ലയൻസ്, അതുപോലെ സ്റ്റീൽ പാത്രങ്ങള്, പിന്നെ ക്രോക്കറി ഐറ്റങ്ങള്, സ്റ്റീൽ പാത്രത്തിന്റെ ഒരു ശേഖരം എല്ലാം ഉണ്ട്. സ്റ്റീൽ പാത്രം എന്നാ വെച്ചാൽ നമ്മൾ മൊത്തം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ്. ആൾക്കാർക്ക് നേരിട്ട് സാധനങ്ങൾ സെലക്ട് ചെയ്തെടുക്കാം. കാണാൻ തന്നെ നല്ല രസമല്ല. മൊത്തം നമ്മൾ കാണിക്കണ്ട, എല്ലാവർക്കും ആവശ്യമുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്തെടുക്കാവുന്ന രീതിയിൽ നമ്മൾ ഡിസ്പ്ലേ ചെയ്യും. ഇതെങ്ങനെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ? ഡിസ്കൗണ്ട് ഇപ്പം ഓണത്തിന്റെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പറഞ്ഞ സമ്മാന പദ്ധതിയൊക്കെ ഇതിനകത്ത് ഇൻക്ലൂഡിംഗ് ആണ്. അതെ. പിന്നെ ഓഫറുകൾ വരുന്നതുണ്ട്. ഓഫറുകൾ എന്ന് പറഞ്ഞാൽ മിക്സി, അതുപോലെ ഗ്യാസ് സ്റ്റവിനൊക്കെ നമ്മൾ ആകർഷണമായ എക്സ്ചേഞ്ച് ഓഫറുകൾ. കാരണം എല്ലാ വീടുകളിലും ഈ സാധനം എക്സ്ചേഞ്ച് ആണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എക്സ്ചേഞ്ച് ഓഫർ എല്ലാ സ്റ്റൗവൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ പഴയ സ്റ്റവ്, പഴയ മിക്സി, അതുപോലെ സ്റ്റീൽ പാത്രങ്ങൾ, പഴയ അലുമിനിയം പാത്രങ്ങൾ എന്ത് കൊണ്ടുപോയെന്നാലും നമ്മള് ഇതുമായി പാത്രങ്ങളായിട്ട് മാറുന്നുണ്ട്. ഇപ്പൊ സ്റ്റീൽ പാത്രം വരെ ഇപ്പൊ കടയിൽ തിരിച്ചെടുക്കും. അത് സ്റ്റീൽ പാത്രം, അലുമിനിയം പാത്രം, എല്ലാ സാധനങ്ങളും ഏത് സാധനം കൊണ്ടുവന്നാലും നമ്മൾ ക്രോക്കറി ഐറ്റങ്ങളുണ്ട്. പഴയ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ പുതിയ പാത്രങ്ങളുമായിട്ട് മാറി. അടിപൊളി. ഇതെന്താ സന്തോഷമായിട്ടിരിക്കുന്നത്? അത് നമ്മുടെ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് കൂപ്പൺ ഇടുന്നതാണ്. ഇതിനകത്ത് നമ്മൾ കൂപ്പൺ ഇടുന്നത് അവസാനം നമ്മളെല്ലാം കൂടെ മിക്സ് ചെയ്ത് അതായത് പ്രമുഖ വ്യക്തികളുടെ ഒക്കെ സാന്നിധ്യത്തിലായിരിക്കും നറുക്കെടുപ്പ് നടക്കുന്നത്. ശരി, നമ്മൾ സ്വന്തമല്ല. അപ്പൊ ഓണത്തിൻ്റെതായിട്ടുള്ള ഒരു ഓണം വൈബാന്ന് പറയാം. പുതിയ ഭാഷയാണല്ലോ അതൊക്കെ. ഓണത്തിന്റെ വൈബാണ് ഇവിടെ പള്ളിക്കത്തോട് മൊത്തം നടക്കുന്നത് ഇപ്പൊ. അതെ, പള്ളിക്കത്തോട് മൊത്തം വരണം. കാരണം പള്ളിക്കത്തോട്ടിൽ അങ്ങനെ വൈബ് ഉണ്ടായാലേ നമുക്കും കച്ചവടം വരുള്ളൂ. ഇപ്പൊ തിയേറ്റർ പോലുള്ള ഒത്തിരി സ്ഥാപനങ്ങൾ പുതിയതായിട്ട് വരുന്നുണ്ട്. പള്ളിക്കത്തോട് പുതിയ തിയേറ്ററൊക്കെ വരുന്നുണ്ടെന്നാണ്. വന്നു തിയേറ്റർ 2-3 വർഷമായല്ലോ ഇതായിട്ട്. അപ്പൊ അതിൻ്റെതായ ആൾക്കാർ കൂടുതൽ വരുന്നു, പുതിയ സ്ഥാപനങ്ങൾ വരുന്നു, ഹോട്ടലുകൾ വരുന്നു. അപ്പം അത് നമുക്കും മാറ്റം വരും. കാരണം കടകൾ കൂടുതൽ വരുമ്പോൾ കൂടുതൽ ആൾക്കാർ വരും, അതനുസരിച്ച് കച്ചവടം കൂടും. മൊത്തം ഒന്ന് എനർജറ്റിക് ആവും. ഇത് കണ്ടോ കൂട്ടുകാരെ, നിങ്ങൾ തന്നെ കണ്ടോ? നോക്കിയേ, സ്റ്റീൽ പാത്രങ്ങളുടെ ഒരു കളക്ഷൻ തന്നെയല്ലേ? നോക്കിയേ, എന്ത് രസമാണ് നോക്കിയേ കാണാൻ തന്നെ. അടുക്കി വെച്ചിരിക്കുന്നത് തന്നെ കാണാൻ ഒരു അഴക്. അപ്പൊ സന്തോഷമായിട്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരു സംഭവം കൂടെ ഉണ്ട്, സർവീസിങ് കാര്യങ്ങളൊക്കെ അല്ലേ? ഇതാണ് നമ്മുടെ സർവീസ് സെക്ഷന്. ഇവിടെ നമുക്ക് സർവീസിന് വേണ്ടി 2 പേരുണ്ട്. TV, LED ടെക്നീഷ്യന്മാരാണ്. ശരി. അപ്പൊ സ്പെയറും കാര്യങ്ങളൊക്കെയാണ്? സ്പെയർ പാർട്സ്, അതുപോലെ തന്നെ മിക്സിയുടെ ജാറുകൾ, റിമോട്ടുകൾ, അങ്ങനെയുള്ള അത്യാവശ്യം സ്പെയർ പാർട്സുകളെല്ലാം ഉണ്ട്. ഇവര് 2 പേരാണ് നമ്മുടെ ടെക്നീഷ്യന്മാര്. എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളുടെയും റിപ്പയറിംഗ്, സർവീസിംഗ് എല്ലാം ഉണ്ട്. ഉത്തരവാദിത്തോടെ നമ്മൾ ചെയ്തു കൊടുക്കും. അത് നമ്മുടെ ഒരു സെയിലിന്റെ ഒരു ഭാഗമാണ്. അതായത് നമ്മളപ്പോ ഈ വീടുകളിൽ പോയാണ് നമ്മൾ TV അതുപോലുള്ള എല്ലാം TV, അതുപോലെ വാഷിംഗ് മെഷീൻ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഹോം സർവീസിംഗ് കൊടുക്കും. വലിയ ഐറ്റങ്ങളൊക്കെ അതൊക്കെ കൊണ്ടുവരും പാടാണല്ലോ. അതുകൊണ്ട് മറ്റേ സാധനങ്ങൾ മിക്സി, ഗ്യാസ് സ്റ്റവ്, അതെല്ലാം നമ്മൾ ഇവിടെ വെച്ച് കൂടുതലും അങ്ങനെ ആയിരിക്കും. വീടുകളിൽ പോയാണെങ്കിൽ നമ്മൾ വീടുകളിൽ പോയുണ്ട് ഒത്തിരി സർവീസിംഗ് ഒക്കെ. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ സന്തോഷേട്ടന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. പരമാവധി പള്ളിക്കത്തോടുള്ള ആൾക്കാര് നമ്മുടെ സന്തോഷേട്ടന്റെ കടയിൽ വന്ന് നിങ്ങൾ ഇപ്പോഴത്തെ ഓഫറുകളും കാര്യങ്ങളും എല്ലാം പ്രയോജനപ്പെടുത്തുക. അപ്പൊ ഓക്കെ, അപ്പൊ താങ്ക്സ്. അപ്പൊ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നമുക്ക് അടുത്ത കാഴ്ചകളിലേക്ക് പോവാം. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊടുങ്ങൂർ പാലാ റൂട്ടിൽ പള്ളിക്കത്തോട് ഉള്ളിരിപ്പിൽ സോമിലിന്റെ മുമ്പിലാണ്. ഇവിടുത്തെ തടിയറപ്പും വിശേഷങ്ങളുമാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും കാണാൻ കൂട്ടുകാരെ, നമ്മൾ ഉള്ളിരിപ്പിൽ സോമിലിന്റെ നടത്തിപ്പുകാരെ ഒന്ന് പരിചയപ്പെടാം. ഹായ്, നമസ്കാരം. എന്റെ പേര് ജിൻസ്. എൻ്റെ പേര് ബിജു. ഞങ്ങളുടെ വിശേഷങ്ങളൊന്ന് പങ്കുവെക്കാവോ? ഞങ്ങൾ 2 പേരും കൂടിയാണ് ഇത് നടത്തുന്നത്. 1.5 വർഷത്തിന് മുകളിലായിട്ട് ഞങ്ങളിത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് 25 മുകളിൽ വർഷത്തെ മില്ലിൽ പണിതുള്ള പരിചയമുണ്ട്. അതിന് പുറത്താണ് ഞങ്ങൾ ഇത് നടത്തുന്നത്. ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ട്. ഞങ്ങൾ കുറച്ച് നാളെ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും 2 മില്ലിൽ നിന്ന് വന്നവരാണ്. നമ്മുടെ ഒരു മുഖമുദ്ര എന്ന് പറയുന്നത് നമ്മുടെ വർക്കുകൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഉത്തരവാദിത്തോടും കൃത്യതയോടും വിശ്വസ്തയോടും കൂടിയാണ് നമ്മൾ വർക്കിന്റെ കാര്യത്തിൽ നമ്മൾ 100% ഗ്യാരണ്ടി ഉണ്ട്. അതാണ് നമ്മുടെ മുഖമുദ്ര. വർക്കിന് 100% ഗ്യാരണ്ടിയാണ് ഇവർ പറയുന്നത്. കൃത്യതയോടും വിശ്വസ്തയോടും കൂടി
എല്ലാം ഉത്തരവാദിത്തോടെ ചെയ്തു കൊടുക്കും അല്ലേ? ചെയ്തു കൊടുക്കും തീർച്ചയായും. പിന്നെ എല്ലാ തരം തടികളും നിങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്? എല്ലാ തടികളും ചെയ്യും. ഉണ്ട്. വരവ് തടികളാണെങ്കിലും നാടൻ തടികളാണെങ്കിലും എല്ലാവിധ തടികളും ഞങ്ങൾ അറുത്ത് പ്ലെയിൻ ചെയ്ത് കൊടുക്കും അല്ലേ? പിന്നെ നമ്മുടെ കയ്യിൽ തടികൾ ആവശ്യം വേണ്ടവർക്ക് ഉണ്ട്. തടികളുണ്ട്. തടിയായിട്ട് ഉരുളായിട്ട് ഉരുപ്പടിയായിട്ട് ഞങ്ങൾ തടികൾ കൊടുക്കും. ഉരുളായിട്ട് ഉരുപ്പടിയായിട്ടും ഇവിടുന്ന് തടികൾ വാങ്ങാം അല്ലെ? അപ്പൊ ഇവിടെ എത്ര സ്റ്റാഫുകളുണ്ട് നമുക്ക്? ഇവിടെ സ്റ്റാഫുകൾ മാത്രമേ ഉള്ളൂ. എല്ലാവരും സ്റ്റാഫ്. അത് ശരി. അപ്പം എല്ലാരും ഒരുമിച്ചുള്ള ഒരു പ്രവർത്തനമാണ് നമ്മുടെ മില്ലിന്റെ വിജയം. ഒരുമിച്ചുള്ളൊരു പ്രവർത്തനം. അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ സമയവും കാര്യങ്ങളൊക്കെ എങ്ങനെ? ഞങ്ങൾ രാവിലെ 8:30 വർക്ക് തുടങ്ങും. അത്യാവശ്യമാണെങ്കിൽ അതിന് മുന്നിലും ഞങ്ങൾ രാവിലെ ചെയ്യും. പിന്നെ എമർജൻസി ഒക്കെ ഉണ്ടെങ്കിൽ വെളുപ്പിനെ വരും. അത്രയ്ക്കും ഉത്തരവാദിത്തമാണ് നമ്മുടെ ഉള്ളിരിപ്പിൽ സോമില്. പിന്നെ രാത്രി വൈകിയാണെങ്കിൽ തീരുന്നതെങ്കിലും ഞങ്ങൾ അത് തീർത്ത് ലോഡ് കയറ്റി കൊടുത്തു വിട്ടിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. ഒരു വർക്ക് ഉത്തരവാദിത്തോടെ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് തീർത്തിട്ടേ പോകുള്ളൂ. സമയം ഒരു പ്രശ്നമല്ല, വർക്കാണ് നമ്മുടെ മെയിൻ അല്ലേ? അപ്പൊ ഇതന്നെ ഈ ഉരുപ്പടികളൊക്കെ ഒരുപാട് അടത്തിട്ടേക്കുന്നത്. ഇത് നമ്മൾ ഉരുപ്പടിയായിട്ട് കൊടുത്താണ്. അപ്പൊ അതിന്റെ വേസ്റ്റ് വന്നാണ്. വിറകായിട്ടല്ല, ഇതിന്റെ അകത്ത് നമുക്ക് കുറച്ച് അറുത്തെടുക്കാനുണ്ട്. പിന്നെ നമ്മൾ ആവശ്യക്കാർ ഇതൊക്കെ വിറകാന്ന് തോന്നി അറുത്ത് അതിന്റെ വിറക് കിടക്കുന്നതാണ്. അതെല്ലാം നമ്മുടെ ടയറ് അത് ഇത് കണ്ടോ? ഉള്ളിരിപ്പിൽ സോമിൽ കൃത്യതയോടും വിശ്വസതയോടും മിതമായ നിരക്കിൽ എല്ലാവിധ തടികളും അറുത്ത് പ്ലെയിൻ ചെയ്ത് കൊടുക്കപ്പെടും. ഇത് കൊള്ളാമല്ലോ. കിടക്കട്ടെ. സാറേ, ഉള്ളിരിപ്പിൽ സോമില്ല പള്ളിക്കത്തോട് നമ്മൾ ഉദ്ദേശിക്കുന്നവരല്ല കേട്ടോ. ഭയങ്കര സംഭവം തന്നെയാണ് ഇവിടെ. നോക്കിയേ, തടിയെല്ലാം ഇഷ്ടംപോലെ ആവശ്യത്തിന് എല്ലാ ഐറ്റംസും തടിയാണ് കൊണ്ട് ഇവിടെ ഇറക്കിയിരിക്കുന്നത്. ചേട്ടാ, ഇതെന്താ ഇപ്പൊ കട്ട് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ ഈ കോഴി കടക്കാർക്ക് വേണ്ടിയിട്ട് പുളിമുട്ടി ഇറച്ചി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ശരി. ആവശ്യക്കാർ വന്നിട്ടുണ്ടോ? അതെ, ഇതിന്റെ പ്രത്യേകത ഇത് കട്ട് ചെയ്യുന്നുണ്ട്. ഹാർഡ് തടിയായതുകൊണ്ട് മറ്റുള്ള തടികളെ പറ്റി കഴിയുമ്പോഴത്തേക്ക് ഇത് ഇതായി പോകും. ഇവിടെ ഹാർഡാണ് തടിയെ. അപ്പൊ കോഴി കട്ട് ചെയ്യാൻ പറ്റുള്ളതാണ്. കോഴിയെ കൂട്ടുകാരെ, കോഴിക്കടയിലോട്ടൊക്കെ കൊടുക്കാനുള്ള പുളിമുട്ടിയാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത് കാണുന്നത്. അത് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വില ഈ കറക്റ്റായിട്ട് ഇതെല്ലാം നമുക്ക് ഇറച്ചി മാംസം കട്ട് ചെയ്യാൻ പറ്റും. ചേട്ടാ, എങ്ങനെ അപ്പൊ ഇത് മിഷൻ വഴി ഇമ്മ കയറ്റി ഞാൻ കൊടുക്കുമോ? അല്ലല്ല, ഇതിനൊരു അളവുണ്ട്. ആ കണക്കെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഇത് അളവുണ്ട്. അതനുസരിച്ചല്ലേ കട്ട് ചെയ്യും? ആദ്യമേ തൊട്ട് കാതിന്റെ അനുസരിച്ച് എല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് കട്ട് ചെയ്യുന്നത്. ട്രാൻസ്ഫറിൽ വെച്ച് സെറ്റ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതിങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഇവരിത് ഡ്രോളിയർ വഴിയാണ് ഇത് കട്ട് ചെയ്ത് പോകുന്നത്. ആ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളിപ്പം ഉള്ളിരിപ്പിൽ സോമിൽ വന്നേക്കുന്ന ഒരു ചേട്ടനെ പരിചയപ്പെടാൻ പോവാണ്. ചേട്ടാ, നമസ്കാരം. നമസ്കാരം. എന്നാണ് വിശേഷമൊക്കെ? നല്ല വിശേഷം. നല്ല വിശേഷം. ഓണമൊക്കെ ഉടമ്പരായി? ഓണം ഇങ്ങനെ ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് അല്ലേ? അപ്പോൾ ഇവിടെയാണ് സ്ഥിരമായിട്ട്? അതെ. ഞാൻ ഒരു 42 വർഷമായിട്ട് കാർപ്പൻ്ററായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ ഇവിടെ ഈ മില്ലിൽ വന്ന് ഇവരെ ഒരാൾ ബിജു എന്നാണ്, ഒരാളുടെ പേര് ജിൻസ് എന്നാണ്. ഇവരെ പരിചയപ്പെടാൻ തുടങ്ങി കുറച്ചാളായി ഇവരെ പരിചയപ്പെടുന്നത്. നല്ല സേവനങ്ങളാണ്. നല്ല സേവനം പറഞ്ഞാൽ തടിയൊക്കെ നല്ല കൃത്യമായിട്ട് അളന്ന് കുറിച്ച് ഇറക്കാനുള്ള ഒരു പ്രാപ്തിയുള്ളവരാണ്. നല്ല സ്കിൽഡ് വർക്കേഴ്സാണ്. നമുക്ക് പറ്റില്ല. നമുക്ക് വിശ്വസിച്ച് ഞാൻ ചിലപ്പോഴാണെങ്കിൽ തടി ഇവിടെ കൊടുത്തിട്ട് ഞങ്ങൾ അങ്ങ് പോത്തേ ഉള്ളൂ. അവരല്ല കൃത്യമായിട്ട് എല്ലാം നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ബിജുവിനൊക്കെ 30 വർഷത്തോളം എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. 30 വർഷത്തെ എക്സ്പീരിയൻസ്. നമുക്ക് ഉത്തരവാദിത്തോടെ ഇറക്കാറുള്ള അല്ലേ? അപ്പൊ ഇവിടെ തടി ഇറക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണോ ചേട്ടൻ ഇവിടെ? അതെ. ഞങ്ങൾ ഇവിടെ തടി സ്ഥിരമായിട്ട് ഞങ്ങൾ ഇവിടെ തടി ഇറക്കപ്പെടുന്നത്. അപ്പൊ അതിനാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. അതെ. അപ്പൊ നമ്മുടെ നല്ല സേവനം കാര്യങ്ങളൊക്കെയാണ്. അവർക്ക് പണിയെ പറ്റി നല്ലപോലെ അറിയാം. നമ്മളൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഓക്കെ, താങ്ക് യു ചേട്ടാ. വെൽക്കം.
ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. കൂട്ടുകാരെ, ഉള്ളിരിപ്പിൽ സോമിലെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾ കണ്ടു കാണുമല്ലോ. പാല കൊടുങ്ങൂർ റൂട്ടില് പള്ളിക്കത്തോടിലാണ് ഈ മില്ല് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതുമായിട്ട് തടിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ആവശ്യങ്ങൾക്കും പരമാവധി നിങ്ങൾ ഇത് പ്രയോജനപ്പെടുത്തുക. ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഉമേഷ് ഉണ്ണികൃഷ്ണൻ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരെ ബൈ.